എല്ലാവർക്കും എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSC ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച വർഷങ്ങളും അവ ബന്ധപ്പെട്ട സംഭവങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപയോഗപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഏത് വർഷമാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 1984 എന്നുള്ള വർഷമാണ്. ഓക്കെ, 1984 നടന്ന വർഷങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഒന്നാമത്തത് ഭോപ്പാൽ ദുരന്തം. മധ്യപ്രദേശിലുണ്ടായ ഒരു ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത്. വിഷവാതകം ചോർന്നുണ്ടായിട്ടുള്ള ഒരു അപകടമായിരുന്നു ഈ ഭോപ്പാൽ ദുരന്തം. അപ്പോൾ ഈ ഭോപ്പാൽ ദുരന്തം നടന്ന വർഷമാണ് 1984 ഡിസംബർ 3. ഓക്കെ, അപ്പോൾ ഭോപ്പാൽ ദുരന്തം നടന്നത് 1984 ഡിസംബർ 3 ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്. ഓക്കെ, മറക്കരുത്. ഇനി അടുത്ത സംഭവമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പെയുള്ള GKയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണെന്ന്. അതായത് സുവർണക്ഷേത്രത്തിൽ ഒളിച്ചിരിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അത് 1984 ജൂൺ 1 ആ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയത് ജൂൺ 1 ജൂൺ 1 ഓക്കെ, 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ ആ വർഷം തന്നെയാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. ഓക്കെ, കാരണം ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ചെയ്തത് കൊണ്ടാണ് ഈ ഇന്ദിരാഗാന്ധി വധം ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ വധിച്ചത്. വർഷം 1984 ഒക്ടോബർ 31. ഓക്കെ, ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി മരിക്കുന്നത് അല്ലെങ്കിൽ അന്തരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം. ഭോപ്പാൽ ദുരന്തം 1984 ഡിസംബർ 3, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ജൂൺ 1, ഇന്ദിരാഗാന്ധി വധം ഡിസംബർ 31, വർഷം 1984. ഇനി സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമാക്കി നിലവിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമാക്കി പ്രഖ്യാപിച്ചത് 1984. ഓക്കെ, അപ്പോൾ സൈലൻറ്റ് വാലി എന്നാണ് ദേശീയ ഉദ്യാനമായി മാറിയത്? 1984. ഓക്കെ, മറക്കില്ലല്ലോ. ഇനി കാസർഗോഡ് ജില്ല നിലവിൽ വന്നതും 1984. കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് 1984 മെയ് 24. മെയ് 24 കാസർഗോഡ് ജില്ല നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി തകഴിക്ക് ജ്ഞാനപീഠം കിട്ടുന്നതും 1984. തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നതും 1984. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയതും 1984. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയതും 1984. PT ഉഷ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയതും 1984. PT ഉഷ ഒളിമ്പിക്സിൻ്റെ ഫൈനലിലെത്തിയതും 1984. ഓപ്പറേഷൻ മേഘദൂത് സിയാച്ചിൻ കീഴടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിയാച്ചിനിൽ നമുക്ക് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഓപ്പറേഷനാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ മേഘദൂത് നടന്നത് ഈ വർഷമാണ് 1984 ഓപ്പറേഷൻ മേഘദൂത് നടന്നത്. അടുത്ത ഓപ്പറേഷൻ വുഡ് റോസ്. ഓപ്പറേഷൻ വുഡ് റോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വുഡ് റോസ് എന്ന് പറയുന്നത്. അതും 1984 തന്നെയാണ് സംഭവിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വന്നത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വർഷം 1984. ഓക്കെ, 1984. സൈലൻറ്റ് വാലി ഉദ്ഘാടനം ചെയ്യുന്നതും രാജീവ് ഗാന്ധിയാണ്. പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി ആണെങ്കിലും സൈലൻറ്റ് വാലി ഉദ്ഘാടനം ചെയ്ത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, ഇനി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ വർഷം നമ്മൾ പറഞ്ഞു 1984 പറഞ്ഞു. ഇനി അടുത്ത ബചേന്ദ്രി പാൽ എവറസ്റ്റ് കീഴടക്കിയത് 1984. ആദ്യത്തെ വനിതയാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ വനിതയാണ്
ബചേന്ദ്രി പാൽ എന്ന് പറയുന്നത്. അപ്പോൾ ബചേന്ദ്രി പാൽ 1984 എവറസ്റ്റ് കീഴടക്കുന്നത്. പരീക്ഷയ്ക്ക് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെയാണ് ഇത്. മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പുറത്തിറങ്ങിയതും 1984. മലയാളത്തിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പുറത്തിറങ്ങിയതും 1984. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രക്തസാക്ഷി അല്ലെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷിയൊക്കെ എന്നറിയപ്പെടുന്ന മംഗൾ പാണ്ഡെ അന്തരിച്ചതും മംഗൾ പാണ്ഡെ അന്തരിച്ചതല്ല, മംഗൾ പാണ്ഡെയുടെ സ്മരണയ്ക്കായിട്ട് നമ്മൾ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1984. പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് മാച്ചള. മംഗൾ പാണ്ഡെയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയതാണ് 1984. ഓക്കെ, അപ്പോൾ മംഗൾ പാണ്ഡെയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. അവിടെ ഇത്രയാണ് 1984 കുറിച്ചിട്ട് PSC നിരവധി തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വർഷത്തിലോട്ട് പോകാം. അടുത്ത് പറയുന്ന വർഷം 1986. 1986. ഓക്കെ, 1986 ഇനി നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ ആദ്യം എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 1986. സ്ഥലം ചെന്നൈ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചെന്നൈയിലാണ്. ഏത് വർഷം? 1986. ഇനി നീലഗിരിയെ ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചതും 1986. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരിയാണ്. ഓക്കെ, അപ്പോൾ നീലഗിരിയെ ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചതും 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ കൊണ്ടുവന്നതും 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതും 1986 തന്നെയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ബാലവേല നിരോധന നിയമം കൊണ്ടുവന്നതും 1986. ബാലവേല നിരോധന നിയമം കൊണ്ടുവന്നതും 1986. അനർട്ട് സ്ഥാപിതമായതും 1986. അനർട്ട് സ്ഥാപിതമാകുന്നത് 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നതും 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്നതും 1986. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പീഡ് പോസ്റ്റ് കൊണ്ടുവരുന്നത്. ഇനി അൽഫോൺസാമ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്നിവരെയൊക്കെ വാഴ്ത്തപ്പെട്ടവരാക്കിയ വർഷമാണ് 1986. ഓക്കെ, അപ്പോൾ അൽഫോൺസാമ, ചാവറയച്ചൻ എന്നിവരെ വാഴ്ത്തപ്പെട്ടവരാക്കിയ വർഷമാണ് 1986. ഇന്ത്യയുടെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ഹർഷയുടെ ജനനമാണ് 1986. ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ഹർഷ. ജനിച്ചത് 1986. ഇന്ത്യയുടെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ഹർഷ. ഓക്കെ, ഇനി ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദുർഗയാണ്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു അത് ദുർഗയാണ്. രണ്ടാമത്തതാണ് ഹർഷ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനാണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നതും 1986. സ്ത്രീധന നിരോധന നിയമം അല്ലെങ്കിൽ ഭേദഗതി നിയമം നിലവിൽ വന്നത് 1986. UN സമാധാന വർഷമായി ആചരിച്ചതും 1986. UN സമാധാന വർഷമായിട്ട് ആചരിച്ചത് 1986. കേരളം ടൂറിസത്തെ വ്യാവസായികവൽക്കരിച്ചതും 1986. കേരളം ടൂറിസത്തെ വ്യാവസായികവൽക്കരിച്ചതും 1986. ഇനി നമ്മൾ പറയുന്നത് 1956 എന്ന് പറയുന്ന വർഷമാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം PSC ചോദിച്ചതാണ്. ഓക്കെ, നമ്മളൊരു 5-6 പോയിൻ്റ് ഇതിൽ പറയുന്നുള്ളൂ. പക്ഷെ പറയുന്നതെല്ലാം PSC നിരവധി തവണ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ 1956
ആണ് കേരളം രൂപീകരിച്ചത്. അപ്പോൾ കേരളം നിലവിൽ വന്ന 1956-ലാണ്. ഇനി കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നതും 1956-ലാണ്. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956. അപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിച്ചു, കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നു, കേരള ഹൈക്കോടതി നിലവിൽ വന്നു. തകഴിയുടെ ചെമ്മീൻ നോവൽ പുറത്തിറങ്ങിയത് 1956. തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ പുറത്തിറങ്ങിയത് 1956. തൃശ്ശൂരിൽ കറണ്ട് ബുക്ക് സ്ഥാപിച്ചതും 1956. തൃശ്ശൂരിൽ കറണ്ട് ബുക്ക് സ്ഥാപിച്ചത് 1956. അപ്പോൾ ഒന്നും കൂടെ, കേരള സംസ്ഥാനം രൂപം കൊണ്ടു, കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നു, കേരള ഹൈക്കോടതി നിലവിൽ വന്നു, ചെമ്മീൻ എന്ന നോവൽ പുറത്തിറങ്ങി, തൃശ്ശൂരിൽ കറണ്ട് ബുക്ക് സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും 1956 നിലവിൽ വന്ന സംഭവങ്ങളാണ്. ഇനി 1957 കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 1957 കേരളത്തിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. 1957 കേരളത്തിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. KSEB നിലവിൽ വന്നത് 1957-ലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് 1957-ലാണ്. EMS ആദ്യത്തെ മുഖ്യമന്ത്രിയായതും 1957. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ, കേരളത്തിൽ ആദ്യമായിട്ട് പൊതു തിരഞ്ഞെടുപ്പ് നടന്ന 1957, KSEB നിലവിൽ വന്നത് 1957, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് 1957, അതുപോലെ EMS കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയതും 1957. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ അല്ല, ഇനിയുമുണ്ട്, ഒരുപാട് വർഷങ്ങൾ നമുക്കിനി പഠിക്കാനുണ്ട്. അതും വരും വീഡിയോകളിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് IRBയുടെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ഒരു 50 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റും കവർ ചെയ്യുന്നു. മാത്സ് നമ്മൾ 20-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 20-ാം തീയതി വരെയുള്ള സമയത്ത് നമ്മൾ മാത്സ് കംപ്ലീറ്റും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നമ്മുടെ GKയും കൂടെ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.